മഹാഭാരത യുദ്ധസമയത്ത് ശ്രീകൃഷ്ണ പരമാത്മാവിന് 90-95 വയസ്സുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മറക്കുന്നതാണോ അവോയ്ഡ് ചെയ്യുന്നതാണോ എന്നറിയില്ല. അതായത് പലപ്പോഴും ഗീത ഉപദേശിക്കുന്ന ഭഗവാനെ നമ്മൾ ചിത്രീകരിക്കുന്നത് ഒരു 20, 25, 30 വയസ്സിന് താഴെയുള്ള മുഖമായിട്ടും അർജുനൻ ഒരു 20, 25 വയസ്സും കാണിച്ചുകൊണ്ടാണ് ഗീത ചിത്രീകരിച്ച് കണ്ടിട്ടുള്ളത്. പടത്തിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഓരോ കവിഭാവനയും ഒരു ഭക്തൻ്റെ മനസ്സിൽ ഭഗവാൻ എത്രത്തോളം യൗവനയുക്തനായി കാണണമെന്നുള്ള ആഗ്രഹവുമായി. പക്ഷേ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളും കൂടെ മനസ്സിലാക്കും. 90 വയസ്സുണ്ടായിരുന്ന ഭഗവാൻ, ദശാവതാരത്തിൽ മനുഷ്യരൂപമെടുത്തിട്ടുള്ള ഭഗവാൻ 90 വയസ്സാകുമ്പോൾ എന്തായാലും ശാരീരികമായിട്ട് ആ ഒരു മാറ്റം അദ്ദേഹത്തിനുണ്ടാകും. അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഒരു തലത്തിൽ നിന്നുകൊണ്ട്. നമ്മുടെ തലമുറകൾ ഗീത പഠിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഭഗവാൻ എപ്പോഴും യൗവനയുക്തനായിട്ട് നിൽക്കുന്ന രീതിയിലാണ്. നാളെ ഒരാൾ ചോദിക്കുകയാണ്, ഭഗവാൻ 90 വയസ്സ് പ്രായമാകുമ്പോഴത്തെ മുഖമാണോ ഇത്, അല്ലെങ്കിൽ ശരീരമാണോ ഇത് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് ഉത്തരം മുട്ടിപ്പോകും. ഒരു പക്ഷേ അവർക്ക് പറയാൻ ഉള്ള ഒരു ധൈര്യം, ഭഗവാൻ അത്രയും പ്രായമുണ്ട്, പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഭഗവാനെ ഇങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയാനൊരു ധൈര്യം അവർക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന്റെ രൂപം ഇങ്ങനെയും കാണാൻ തയ്യാറാവാം. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു ഉദ്യമത്തിന് തയ്യാറായത്. ഭഗവാൻ കൃഷ്ണന് ഒരു 90 വയസ്സ് പ്രായമാകുമ്പോൾ എങ്ങനെ ഉണ്ടാവാം എന്നുള്ളതിലൂടെ കടന്നുപോയിക്കൊണ്ട് ക്ഷമയുടെ അങ്ങേയറ്റം, അതായത് ഒരു മനുഷ്യന് മാക്സിമം ക്ഷമിക്കാൻ പറ്റുന്നതൊരു 3 തവണയോ 4 തവണയോ ഒരു വ്യക്തിയുള്ളൂ. പക്ഷേ അതുമല്ല, അതിനപ്പുറത്തും ക്ഷമിച്ചു. മനുഷ്യാവതാരമായിട്ട് പോലും ഒരു 100 തവണ ക്ഷമിച്ചു തന്നെ അപമാനിച്ചത്. അവസാനം 101ാമത്തെ തവണയും അപമാനിക്കുമ്പോഴാണ് അദ്ദേഹം തൻ്റെ യഥാർത്ഥ ആ ഒരു ശിക്ഷ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ശിക്ഷ കൊടുക്കുമ്പോഴും അദ്ദേഹം സൗമ്യനല്ല. എന്തായാലും 100 തവണ ക്ഷമിച്ച ഒരു വ്യക്തി 101ാമത്തെ തവണ ശിക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ ആ 100 തവണത്തെ ഉള്ളിലെ വൈരാഗ്യം വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ആ വ്യക്തിയെ ശിക്ഷിക്കുക. മനുഷ്യനാണ്, ദൈവ അവതാരമാണെങ്കിലും മനുഷ്യനാണ്. ആ ഒരു വിഷയം കൂടി ഇതിനകത്ത് പ്രതിപാദിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ കഴിവ് വെച്ചിട്ട് ചിത്രീകരിക്കാൻ പറ്റിയത് മഹാഭാരതത്തിലെ ഒരു സീനാണ്. അത് എൻ്റെ ഒരു ഉദ്യമമായിട്ട് ഞാൻ ഭഗവാനെ വിചാരിച്ച് ചെയ്തു. അത് ശരിയായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെന്തായാലും കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു 3 എപ്പിസോഡായിട്ട് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതൊന്ന് കാണുക. കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക.